ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ റീഡിങ് ക്ലാസ് ആണ്. അതോടൊപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ അർത്ഥവും പറയുന്നുണ്ട് കേട്ടോ. സോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ യൂണിറ്റ് 3ൻ്റെ തന്നെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സിലെ പിപ്പ് ദ പെൻക്യൂ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാ ക്ലാസ്സുകളും കാണുക. ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ്സൊക്കെ മിസ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ 3ാമത്തെ പാഠം ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. നമ്മൾ 63ാമത്തെ പേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നമ്മുടെ 3rd യൂണിറ്റിൻ്റെ ഫസ്റ്റ് പേജ് അല്ലേ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? കുറേ നിറത്തിലുള്ള ബേർഡ്സ് ആണ് അല്ലേ. പല രൂപത്തിലും പല കളറിലും ഉള്ള ബേർഡ്സിൻ്റെ ചിത്രമാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്, പാഠത്തിൽ നമ്മൾ കഥ എന്ന് പറയണത് ബേർഡ്സ് റിലേറ്റ് ചെയ്തിട്ടാണ്. എന്താ ബേർഡ്സ് എന്ന് വെച്ചാൽ പക്ഷികൾ. എന്താണ് വില്ലേജ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാമം കേട്ടോ. ഗ്രാമത്തിനെയാണ് വില്ലേജ് എന്ന് പറയാം. ബേർഡ്സ് എന്ന് വെച്ചാൽ പക്ഷികൾ. അപ്പോൾ ഇവിടെ നോക്കൂ, ഏത് ആക്ടിവിറ്റി ചെയ്യാൻ പറയുന്നത്? നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഇൻ പ്യൂപ്പ 1.5 അല്ലേ. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? 1.5 ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആക്ടിവിറ്റീസ് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ് കണ്ടാൽ മതിയേ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ 2ാമത്തെ പേജ്, അടുത്ത പേജാണ് കേട്ടോ. നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ അടുത്ത പേജ്. നമുക്ക് കഥ റീഡ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. എന്താണ് കഥ, ഏത് വില്ലേജിനെ കുറിച്ചാണ് പറയണതെന്നൊക്കെ നമുക്ക് നോക്കാം. അത് റീഡ് ചെയ്യാം. Haridagiri is a beautiful village. A river flows through the village. It is the river of Haridagiri. There are tall trees on both sides of the river. അപ്പോൾ നമ്മുടെ ഹരിതഗിരി എന്നാണ് നമ്മുടെ വില്ലേജിൻ്റെ പേര് കേട്ടോ. എന്താണ് വില്ലേജിൻ്റെ പേര്? ഹരിതഗിരി. മനസ്സിലായല്ലോ. അപ്പോൾ ഹരിതഗിരി എന്ന് പറയുന്നത് എങ്ങനത്തെ വില്ലേജാണ്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ് അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള വില്ലേജാണ്. വില്ലേജിന്റെ പേരാണ് എന്ത്? ഹരിതഗിരി. ഹരിതഗിരി എങ്ങനെയുള്ള വില്ലേജാ? ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ആ വില്ലേജിലൂടെ ഒഴുകുന്നുണ്ട്? ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. അതാണ് ഹരിതഗിരിയുടെ പുഴ. There are tall trees on both sides of the river. ആ പുഴയുടെ 2 കരകളിലായിട്ട് എന്തുണ്ട്? വലിയ മരങ്ങളുണ്ട്. അടുത്ത പേജ്. Towards summer, the trees bear colorful flowers. The wind carries the fragrance of flowers across the village. Every summer, the people of Haridagiri celebrate a festival. It is the festival of birds. അപ്പോൾ അങ്ങനെ സമ്മർ ആവുന്ന സമയത്ത് the trees bear colorful flowers. മരങ്ങളെല്ലാം നിറയെ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ കൊണ്ട് നിറയും. The wind carries the fragrance of flowers across the village. ആ പൂക്കളുടെ മണം ആ വില്ലേജ് മുഴുവൻ പരക്കും. Every summer, the people of Haridagiri celebrate a festival. എല്ലാ സമ്മർ എന്ന് വെച്ചാൽ ഏത് സീസണാണ് സമ്മർ എന്ന് പറയുക? വേനൽക്കാലം അല്ലേ. എല്ലാ വേനൽക്കാലത്തും ഹരിതഗിരി ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കും. അവിടെ ഒരു ആഘോഷം ഉണ്ടാവും കേട്ടോ. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. അതെന്താണ്? ബേർഡ്സിൻ്റെ ആഘോഷമാണ്, അതായത് പക്ഷികളുടെ ആഘോഷമാണ് അല്ലേ. ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ സുഗന്ധം, ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഉത്സവം. അപ്പോൾ എന്താണ് അവിടെ എല്ലാ സമ്മറിലും ഉണ്ടാവുക? പക്ഷികളുടെ ഉത്സവമാണ് അല്ലേ എല്ലാ സമ്മറിലും. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ ഏത് ആക്ടിവിറ്റിയാണ്? 6 ആണ് അല്ലേ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. ആക്ടിവിറ്റി 6 കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത്, ഹാവ് യു സീൻ എ വില്ലേജ് ലൈക്ക് ദിസ്? അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഗ്രാമം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. വാട്ട് ഡു യു ലൈക്ക് ഇൻ സച്ച് എ വില്ലേജ്? ആ വില്ലേജിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നാണ് ചോദ്യം കേട്ടോ. നിങ്ങളടുത്ത് ചോദിക്കണം എന്താണ് ആ വില്ലേജിൽ ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ പുഴ ഒഴുകണു, പുഴയുടെ 2 കരകളിലായിട്ട് നല്ല പൂക്കളൊക്കെ നിറഞ്ഞ മരങ്ങളല്ലേ. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അടുത്തത്, ഇവിടെ ടീച്ചർ വായിച്ചു തരും. ഇത് എന്താണ് ഇവിടെ പറയുന്നത്? ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. Lots of birds visit the village during the festival. Every year the villagers wait for the birds to come. അപ്പോൾ എല്ലാ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്തും ഒരുപാട് പക്ഷികൾ എന്ത് ചെയ്യും? ഗ്രാമത്തിലോട്ട് പറന്ന് വരും. Every year the villagers wait for the birds to come. എല്ലാ വർഷവും ഗ്രാമവാസികൾ, വില്ലേജേഴ്സ് എന്ന് വെച്ചാൽ ഗ്രാമവാസികൾ ആ പക്ഷികളുടെ വരവിനായിട്ട് കാത്തിരിക്കും. Why do villagers wait for the birds? എന്തിനാണ് പക്ഷികളെ കാത്തിരിക്കുന്നത്? കാരണം എല്ലാ പക്ഷികളും വന്നാലാണ് അവരുടെ ഉത്സവം, ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ആവുള്ളൂ അല്ലേ.
അടുത്തത് നമുക്ക് റീഡ് ചെയ്യാം, പാഠം റീഡ് ചെയ്യാം. The people of Haridagiri treat birds as their guests. When the birds arrive, the festival begins. The people keep the village free from loud sounds. No crackers, no bells, and no drum beats. They don't even blow the horns of vehicles. അങ്ങനെ എന്താണ് ഇവിടെ പറഞ്ഞത്? പീപ്പിൾ, അതായത് ഹരിതഗിരിയിലെ ജനങ്ങള് ബേർഡ്സിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ട്രീറ്റ് ബേർഡ്സ് ആസ് ദെയർ ഗസ്റ്റ്. അതായത് അവരുടെ വില്ലേജിൽ വരുന്ന അതിഥികളായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പക്ഷികളെ കരുതുന്നത് അല്ലേ? വെൻ ദ ബേർഡ്സ് അറൈവ് ദ ഫെസ്റ്റിവൽ ബിഗിൻ. അങ്ങനെ പക്ഷികളെല്ലാം വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് പക്ഷികൾ വരുന്നത്? പല പല ഭാഗങ്ങളിൽ നിന്നാണ് അല്ലേ? പല പല ഭാഗങ്ങൾ, പല രൂപത്തിൽ നിറത്തിലുള്ള ഒരുപാട് പക്ഷികൾ ആ ഗ്രാമത്തിലോട്ട് വരുന്നു. അങ്ങനെ പക്ഷികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉത്സവം തുടങ്ങി. ദ പീപ്പിൾ കീപ് ദ വില്ലേജ് ഫ്രീ ഫ്രം ലൗഡ് സൗണ്ട്സ്. അതിനുശേഷം എന്ത് ചെയ്യും? ആ പക്ഷികൾ പോകുന്നത് വരെ അവിടെ വലിയ വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. മൈക്കിൽ അല്ലെങ്കിൽ അതുപോലെ ഹോൺ അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. നോ ക്രാക്കേഴ്സ്, ക്രാക്കേഴ്സ് എന്ന് വെച്ചാൽ പടക്കങ്ങളില്ലേ, പടക്കങ്ങളൊന്നും പൊട്ടിക്കില്ല. നോ ബെൽസ്, അവർ ബെല്ല് പോലും അടിക്കാറില്ല കേട്ടോ. നോ ഡ്രം ബീറ്റ്സ്, അതുപോലെ തന്നെ ഡ്രം വെച്ച് കൊട്ടുക, അങ്ങനെ ഒരു സൗണ്ട് ലൗഡായിട്ടുള്ള ഒരു ശബ്ദവും പിന്നെ ആ വില്ലേജിൽ ഉണ്ടാവില്ല. ദേ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾ. അവരെന്ത് ചെയ്യും? ആ സമയത്ത് വണ്ടികളിലെ ഹോൺ പോലും അടിക്കില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ, അതൊക്കെ വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പക്ഷികളെ ബാധിക്കില്ല, അതെല്ലാം പക്ഷികളുടെ ജീവനെ ബാധിക്കുന്നതാണ് അത്രയും വലിയ വലിയ ശബ്ദങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവരതെല്ലാം എന്ത് ചെയ്യുന്നത്? വേണ്ടാന്ന് വെക്കുന്നത്. The villagers do not blow the horns. Why? Villagers ഹോൺ അടിക്കില്ല, ആ സമയത്ത് ഹോൺ പോലും അടിക്കില്ല അല്ലെ വെഹിക്കിളിലെ, വണ്ടികളിലെ. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ആൻസർ എന്താ? ബിക്കോസ് they knew that the noise of vehicles was dangerous to birds. കാരണം എന്താ? അവർക്ക് അറിയാം വാഹനങ്ങളിലെ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് പക്ഷികൾക്ക് ഒരുപാട് അവരുടെ ജീവനെ തന്നെ എന്താണ് ഒരുപാട് അപകടകരമാണെന്ന് വില്ലേജേഴ്സിന് അറിയാമായിരുന്നു. അടുത്തത് ഇവിടുത്തെ രണ്ട് വേർഡ്സിന് മീനിങ് പറയാം. ഗസ്റ്റ് എന്ന് വെച്ചാൽ അതിഥികളാണ്, ക്രാക്കേഴ്സ് എന്ന് വെച്ചാൽ പടക്കം കേട്ടോ. ഇവിടെ ഏത് ആക്ടിവിറ്റി ചെയ്യാൻ പറയുന്നത്? 7ാമത്തെ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കുക. അടുത്തത് നെക്സ്റ്റ് പേജ്. Trees on the river bank began to bloom. The villagers got ready for the festival. Summer is early this year, said the villagers. അങ്ങനെ ആ വർഷത്തെ സമ്മർ എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ റിവർ ബാങ്ക് എന്ന് വെച്ചാൽ പുഴയുടെ തീരത്തുള്ള മരങ്ങളിലെല്ലാം പൂക്കൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ വില്ലേജേഴ്സ് ഫെസ്റ്റിവൽ ഉത്സവത്തിനായിട്ട് അവരെല്ലാവരും റെഡിയായി. അപ്പോൾ എന്താ വില്ലേജേഴ്സ് പറയണത്? ഈ വർഷം വേനൽക്കാലം വേഗത്തിൽ തന്നെ വന്നല്ലോ എന്ന് പറയുകയാണ് അല്ലേ? ഹൗ ഡിഡ് ദ വില്ലേജേഴ്സ് ഗെറ്റ് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ? അവരെങ്ങനെയാണ് വില്ലേജേഴ്സ് ഫെസ്റ്റിവലായിട്ട് റെഡി ആവുന്നത് നമുക്ക് നോക്കാം. The festival season arrived. The villagers started decorating their houses. Twinkle tied festoons on the tree near his house. Dimple put some fruits and nuts on a plate in front of their house. They happily waited for the birds. അങ്ങനെ ഫെസ്റ്റിവൽ സീസൺ വന്നെത്തിയിരിക്കുകയാണ്. The villagers started decorating their house. അപ്പോൾ ഫെസ്റ്റിവൽ ആയിക്കഴിഞ്ഞാൽ എല്ലാ വില്ലേജേഴ്സും ഗ്രാമവാസികളും അവരുടെ വീടെല്ലാം എന്ത് ചെയ്യും? ഡെക്കറേറ്റ് ചെയ്യും, അലങ്കരിക്കും. ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച് ഇതുപോലെ കണ്ടോ തോരണങ്ങളൊക്കെ ചുറ്റി എന്ത് ചെയ്യും? അലങ്കരിക്കും. ട്വിങ്കിൾ. അപ്പോൾ നമ്മൾ കഥയിലെ 2 കുട്ടികളെ നമ്മൾ പരിചയപ്പെടുകയാണ് കേട്ടോ. ആ കുട്ടികളുടെ പേരാണ് ഇവിടെ ട്വിങ്കിളും ഡിംപിളും. എങ്ങനെയാണ്, എന്താണ് കുട്ടികളുടെ പേര്? ട്വിങ്കിൾ, അതുപോലെ ഡിംപിൾ. ട്വിങ്കിൾ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയാണ് കേട്ടോ. ട്വിങ്കിൾ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയും ഡിംപിൾ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ട്വിങ്കിൾ എന്താ ചെയ്യുന്നത്? ട്വിങ്കിൾ ടൈഡ് ഫെസ്റ്റൂൺസ്. എന്താ ഫെസ്റ്റൂൺസ് വെച്ചാൽ തോരണങ്ങൾ. കണ്ടില്ലേ, ഇതാണ് ഫെസ്റ്റൂൺസ് ഓൺ ദ ട്രീ നിയർ ഹിസ് ഹൗസ്. അവന്റെ വീടിന്റെ അടുത്തുള്ള മരങ്ങളിലെല്ലാം എന്ത് കെട്ടുകയാണ്? തോരണങ്ങൾ കെട്ടുകയാണ് അല്ലേ? ഡിംപിൾ എന്താ ചെയ്യുന്നത്? ഇതാണ് ഡിംപിൾ കേട്ടോ. ഡിംപിൾ എന്താ ചെയ്യുന്നത്? ഡിംപിൾ പുട്ട് സം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഓൺ എ പ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്. അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ അവൾ എന്ത് ചെയ്യുകയാണ്? ഒരു പ്ലേറ്റിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും വെച്ചിരിക്കുകയാണ് അല്ലേ? ആർക്ക് വേണ്ടി ആ ഫ്രൂട്ട്സും നട്ട്സും വെച്ചിരിക്കുന്നത്? ബേർഡ്സിന് വേണ്ടിയായിരിക്കും അല്ലേ? ദേ ഹാപ്പിലി വെയിറ്റഡ് ഫോർ ദ ബേർഡ്സ്. അതെ, ബേർഡ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ എന്ത് വെച്ചിരിക്കുകയാണ്? നട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചു. ആരാ വെച്ചത്? ഡിംപിൾ. എന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? പക്ഷികൾക്കായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവർ കാത്തിരിക്കുകയാണ്. Why did the children wait for the birds? എന്തിനു വേണ്ടി കുട്ടികൾ ബേർഡ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? How do you welcome your guest?
എന്തിനാ കുട്ടികൾ ബേർഡ്സിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ദ ചിൽഡ്രൻ വെയിറ്റ് ഫോർ ദ ബേർഡ്സ് ബിക്കോസ് ടു ബിഗിൻ ഫെസ്റ്റിവൽ. ഉത്സവം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഹൗ ഡു യു വെൽക്കം യുവർ ഗസ്റ്റ്? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഗസ്റ്റ് വരികയാണെങ്കിൽ എങ്ങനെയാണ് അവരെ വെൽക്കം ചെയ്യാന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അടുത്തത് ഇവിടെ 2 വേർഡ്സിന് മീനിങ് എഴുതിയിട്ടുണ്ട്. റിവർ ബാങ്ക് എന്ന് വെച്ചാൽ നദീതീരം, ഫെസ്റ്റൂൺസ് എന്ന് വെച്ചാൽ തോരണം കേട്ടോ, തോരണങ്ങൾ. ഓക്കെ, ഇവിടെ ആക്ടിവിറ്റി ബുക്കിലെ 8ാമത്തെ ആക്ടിവിറ്റി ചെയ്ത് നോക്കുക. അടുത്ത പേജ്. Birds started coming to the village. They sat on the tree branches. The festival began. The whole village was filled with the chatter of birds of various kinds. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായി? നമ്മുടെ ബേർഡ്സ് പലയിടത്തുനിന്നും പല ദിക്കുന്നും പക്ഷികളെല്ലാം ഗ്രാമത്തിലോട്ട് എത്തിച്ചേരാൻ തുടങ്ങി. അവരെല്ലാം വന്ന ഓരോ മരങ്ങളുടെ കൊമ്പുകളിലെല്ലാം നിറഞ്ഞു, പക്ഷികൾ നിറഞ്ഞു. അങ്ങനെ ഉത്സവം തുടങ്ങി. ദ ഹോൾ വില്ലേജ് വാസ് ഫില്ലഡ് വിത്ത് ദ ചാറ്റർ ഓഫ് ബേർഡ്സ് ഓഫ് വേരിയസ് കൈൻഡ്. എന്താ ചാറ്റർ എന്ന് വെച്ചാൽ പക്ഷികളുടെ കലപില ശബ്ദം. അങ്ങനെ ആ വില്ലേജ് മുഴുവൻ ഇപ്പൊ എന്താണ്? പക്ഷികളുടെ കലപില ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഹൗ ഡസ് ദ വില്ലേജ് ലുക്ക് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ? എങ്ങനെയാണ് ഫെസ്റ്റിവൽ സമയത്ത് വില്ലേജ് ഉണ്ടാവുക? നമുക്ക് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ചിത്രത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? മരങ്ങളിലിരിക്കുന്ന പല രൂപത്തിലും പല നിറത്തിലൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പക്ഷികളാണ് അല്ലേ. ചിർപ്പിംഗ് ഓഫ് സ്പാരോസ്, വിസിൽ ഓഫ് മൈനാസ്, സോങ് ഓഫ് കുക്കൂസ്. The whole village was filled with the sounds of birds. അപ്പം ഫെസ്റ്റിവൽ സമയത്ത് ഗ്രാമം എങ്ങനെയാണെന്നാണ് ഇവിടെ ചോദ്യം. അതിനുള്ള ആൻസർ ആണ് കേട്ടോ ഈ പറയുന്നത്. Birds of all sizes and colors flew around. The trees showered colorful flowers. The village looked like a painted picture. എങ്ങനെയാണ് കാണാനുണ്ടാവുക ആ സമയത്ത്? ഇവിടുത്തെ ചോദ്യം, how does a village look during festival? ചോദ്യത്തിനുള്ള ഉത്തരം, the village looked like a painted picture മാതിരിയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ എന്താണ്? ആ സമയത്ത് ഗ്രാമത്തിൽ മുഴുവൻ എന്താണുള്ളത്? സ്പാരോസ് എന്ന് വെച്ചാൽ ഏത് ബേർഡാ? സ്പാരോ എന്ന് വെച്ചാൽ കുരുവിയുടെ ശബ്ദമാണ് ഇവിടെ പറയുന്നത്, ചിർപ്പിംഗ് എന്ന് പറയുന്നത്. വിസിൽ ഓഫ് മൈന എന്നുള്ള ബേർഡിന്റെ ശബ്ദം. അതുപോലെ തന്നെ കുക്കു എന്ന് വെച്ചാൽ എന്താണ്? കുയിലിന്റെ പാട്ടും. അങ്ങനെ ഹോൾ വില്ലേജ് വാസ് ഫില്ലഡ് വിത്ത് ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സിന്റെ ശബ്ദം കൊണ്ട് മുഴുവൻ ഗ്രാമവും നിറഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ. ബേർഡ്സ് ഓഫ് ഓൾ സൈസസ് ആൻഡ് കളേഴ്സ് ഫ്ലൂ അറൗണ്ട്. ബേർഡ്സ് പല നിറത്തിലും സൈസിലുള്ള ബേർഡ്സ് ഗ്രാമം മുഴുവൻ പറന്ന് നടക്കുന്നുണ്ടാവും. ദ ട്രീസ് ഷവർഡ് കളർഫുൾ ഫ്ലവേഴ്സ്. അതുപോലെ മരങ്ങളിലെല്ലാം എന്താണ്? മരങ്ങളിലെല്ലാം നിറയെ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. ദ വില്ലേജ്, അതായത് പല നിറത്തിലുള്ള പൂക്കൾ പൊഴിക്കുന്നുണ്ടാവും അല്ലേ. അതാണ് പറയണത്. ദ വില്ലേജ് ലുക്ക് ലൈക്ക് എ പെയിന്റഡ് പിക്ചർ. എങ്ങനെയാണ് ആ ഗ്രാമം കാണാനുണ്ടാവുക? ഒരു പെയിന്റ് ചെയ്ത പിക്ചർ പോലെ. അത്രയും മനോഹരമായിരിക്കും ആ ഗ്രാമം ആ സമയത്ത്, ഫെസ്റ്റിവൽ സമയത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് വിൽ ദ ബേർഡ്സ് ഡൂ ദർ? അവിടെ എന്തായിരിക്കും പക്ഷികൾ ചെയ്യുന്നുണ്ടാവുക? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ ആക്ടിവിറ്റി 9 കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് പേജ് നോക്കൂ, എന്താണ് പക്ഷികൾ ആ ഗ്രാമത്തിൽ ചെയ്യുന്നത്? Birds enjoyed the treat of villagers. They built nests and laid eggs in them. Weeks passed. The eggs hatched. At the end of summer, the birds flew back with their chicks. Lovely feathers lay spread around the trees. അങ്ങനെ ഈ ബേർഡ്സ് എന്ത് ചെയ്യണം? ആ വില്ലേജേഴ്സിന്റെ ട്രീറ്റ് അവരുടെ ട്രീറ്റ് ഒരുപാട് എൻജോയ് ചെയ്യും. അവരെന്ത് ചെയ്യും? ബേർഡ്സ് ദേ ബിൽഡ് നെസ്റ്റ്. അതായത് ബേർഡ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ള ഇവിടുത്തെ ചോദ്യത്തിന്റെ, വാട്ട് വിൽ ദ ബേർഡ്സ് ഡൂ ദർ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. അവരെന്ത് ചെയ്യും? ദേ ബിൽഡ് നെസ്റ്റ് ആൻഡ് ലേഡ് എഗ്സ് ഇൻ ദം. അതായത് അവര് കൂട് കെട്ടി അതിൽ മുട്ടയിട്ട്. വീക്സ് പാസ്ഡ് ദ എഗ്സ് ഹാച്ച്. അങ്ങനെ ആഴ്ചകളോളം അടയിരിക്കും. അങ്ങനെ ആഴ്ചകളോളം അടയിരുന്ന് ആഴ്ചകൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മുട്ട വിരിയും അല്ലേ. ഹാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ വിരിയുക. മുട്ട വിരിയും. മുട്ടകളൊക്കെ വിരിഞ്ഞ് അറ്റ് ദ എൻഡ് ഓഫ് ദ സമ്മർ, അങ്ങനെ സമ്മർ സീസൺ അവസാനിക്കുന്ന സമയത്ത് ദ ബേർഡ്സ് ഫ്ലോ ബാക്ക് വിത്ത് ദെയർ ചിക്സ്. പക്ഷികളെല്ലാം വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പറന്നു പോകും. അപ്പോൾ പോകുന്ന സമയത്ത് അവരുടെ കുഞ്ഞുങ്ങൾ ചിക്സും കൂടെ ഉണ്ടാവും. അങ്ങനെ ചിക്സിനെയും കൂട്ടി അവരെന്ത് ചെയ്യും? തിരിച്ച് അവരുടെ പ്ലേസിലോട്ട് അവർ തിരിച്ച് പറന്നു പോകും. അപ്പോൾ അങ്ങനെ കൂട് കെട്ടി മുട്ടയിടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവരെന്ത് ചെയ്യണം? ഈ ഗ്രാമത്തിലോട്ട് വരികയാണ് അല്ലേ. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെയും കൂട്ടി അവർ തിരിച്ചു പറന്നു പോകും സമ്മറിന്റെ അവസാനത്ത്. അപ്പോൾ സമ്മർ സീസൺ മുഴുവനായിട്ട് ഗ്രാമത്തിലുണ്ടാവും. ലവ്ലി ഫെദേഴ്സ് ലേ സ്പ്രെഡ് അറൗണ്ട് ദ ട്രീസ്. അങ്ങനെ അതെന്താ പറയേണ്ടത്? അങ്ങനെ അവരുടെ മനോഹരമായിട്ടുള്ള ഫെദേഴ്സ് ആ മരങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ടാവും. വിൽ ദ ചിൽഡ്രൻ കളക്ട് ഫെദേഴ്സ്. അപ്പം ഇങ്ങനെ പറന്നു പോകുന്ന പല നിറത്തിലുള്ള പക്ഷികളാണ്. അപ്പോൾ അവരുടെ ഫെദേഴ്സ് ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ടാവും.
തൂവലുകൾ. ഫെദേഴ്സ് എന്ന് വെച്ചാൽ തൂവലുകൾ. വിൽ ദ ചിൽഡ്രൻ കളക്ട് ഫെദേഴ്സ്? അപ്പോൾ അവിടുത്തെ കുട്ടികൾ ഈ ഫെദേഴ്സ് തൂവലുകളൊക്കെ കളക്ട് ശേഖരിക്കുന്നുണ്ടാവൂ എന്നാണ് ചോദ്യം. വാട്ട് വിൽ യു ഡു ഇഫ് യു ഗെറ്റ് സം ഫെദേഴ്സ്? നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള തൂവലുകൾ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം, നെക്സ്റ്റ് പേജ് നോക്കാം. അപ്പോൾ ഗ്രാമത്തിലെ കുട്ടികൾ ഫെദേഴ്സ് തൂവലുകൾ കളക്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. യെസ്, കളക്ട് ചെയ്യും അല്ലേ. ഇവിടെ കണ്ടോ, ട്വിങ്കിളും ഡിംപിളും കൂടി ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഫെദേഴ്സ് കളക്ട് ചെയ്യണം, തൂവലുകൾ കളക്ട് ചെയ്യണം. നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ? എന്നല്ല, അങ്ങനെ മനോഹരമായിട്ടുള്ള തൂവലുകളൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ എടുത്ത് ശേഖരിച്ച് വെക്കാറുണ്ടോ? അപ്പൊ അതാണ് ഇവിടുത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക കേട്ടോ, അല്ലെങ്കിൽ നോ. All the birds left the village. അങ്ങനെ അവസാന സമ്മർ സീസണിന്റെ അവസാനമായി all the birds left the village became silent again. Children started to collect the fallen feathers. അങ്ങനെ ബേർഡ്സ് എല്ലാം എന്ത് ചെയ്തു? തിരിച്ചുപോയില്ലേ. അവരുടെ കുഞ്ഞുങ്ങളെയും കൂട്ടി എല്ലാ ബേർഡ്സും തിരിച്ചുപോയി. ദ വില്ലേജ് ബിക്കെയിം സൈലന്റ് അഗൈൻ. അങ്ങനെ വീണ്ടും ഗ്രാമം എന്തായി? സൈലന്റ് ആയി, നിശബ്ദമായി. പക്ഷികളുടെ ശബ്ദം എല്ലാം പോയി നിശബ്ദമായി. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ടു കളക്ട് ദ ഫോളൻ ഫെദേഴ്സ്. അങ്ങനെ കുട്ടികളൊക്കെ എന്താ ചെയ്യണത്? പല പക്ഷികളിലേക്ക് തൂവലുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നത്, ശേഖരിക്കുകയാണ് കേട്ടോ. വിൽ ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ കളക്ട് ഫെദേഴ്സ്? ട്വിങ്കിളും ഡിംപിളും കളക്ട് ചെയ്യുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും കളക്ട് ചെയ്യും. ഇവിടെ നമുക്ക് റീഡ് ചെയ്യാം. Twinkle and Dimple were collecting feathers. Hey Twinkle, look, come and see this. Dimple pointed to a heap of dry leaves. They sat down to have a closer look. Their eyes widened. അങ്ങനെ ഡിംപിളും ട്വിങ്കിളും കൂടെ തൂവലുകൾ കളക്ട് ചെയ്യാണ്. അപ്പോഴാണ് ഡിംപിൾ എന്ത് പറയുന്നത്? നമ്മുടെ ട്വിങ്കിളിനെ വിളിക്കുന്നത്. ഹേ ട്വിങ്കിൾ, ലുക്ക്, കം ആൻഡ് സീ ദിസ്. വേഗം വാ, വന്നിട്ട് ഇത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഡിംപിൾ എന്ത് ചെയ്തു? ട്വിങ്കിളിനെ വിളിച്ചു. അവിടെ എന്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് വിളിക്കുന്നത്? കുറെ കരിയിലകൾ കൂട്ടിയിട്ടിരിക്കണു. അപ്പൊ അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ഡിംപിൾ അവനെ വിളിക്കുന്നത് അല്ലേ. ദേ സെറ്റ് ഡൗൺ ടു ഹാവ് എ ക്ലോസ് ലുക്ക്. എന്നിട്ട് അവരെ ആ കരിയില കൂട്ടം, ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന് വെച്ചാൽ കരിയില കൂട്ടമാണ് കേട്ടോ. അങ്ങനെ കരിയിലകളൊക്കെ, ഉണങ്ങിയ ഇലകളൊക്കെ കൂട്ടിയിട്ടുണ്ടാവില്ലേ, അതിനെയാണ് ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന് പറയുക. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യണം? സൂക്ഷിച്ച് നോക്കുകയാണ് അല്ലേ. ദെയർ ഐസ് വൈഡൻ. അവരെന്ത് ചെയ്തു? സൂക്ഷിച്ച് നോക്കുകയാണ്. വാട്ട് ഡിഡ് ദേ സീ ദർ? അവരെന്തായിരിക്കും അവിടെ കണ്ടിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഇവിടെ വേർഡ്സിന്റെ മീനിങ് പറയുന്നുണ്ട്. ഹീപ്പ് എന്ന് വെച്ചാൽ കൂമ്പാരം എന്നാണ് കേട്ടോ. ഡ്രൈ ലീവ്സ്, ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന് വെച്ചാൽ ഉണങ്ങിയ ഇലകളുടെ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം. അവരെന്താണ് അവിടെ കണ്ടത്? എ ഗോൾഡൻ എഗ്. എന്താണ് ആ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സിൽ അവരെന്ത് കണ്ടു? ഒരു സ്വർണ്ണമുട്ട അല്ലെ. സ്വർണ്ണമുട്ട എന്ന് വെച്ചാൽ ഗോൾഡൻ നിറത്തിലുള്ള മുട്ട. ഓക്കെ, അതായത് സ്വർണം കൊണ്ടുള്ള മുട്ട അല്ല, ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു മുട്ടയാണ് അവർ കണ്ടത്. They had never seen such an egg before. Dimple and Twinkle took the golden egg to their hen house. The hen was brooding over its eggs. Twinkle kept the golden egg near the hen carefully. Please take care of this egg too, said Dimple. Cluck cluck. The hen clucked and drew the egg close to it. അപ്പോൾ അവരെന്ത് കണ്ടു? ഒരു ഗോൾഡൻ എഗ് കണ്ടു അല്ലേ. അപ്പോൾ അവരതിന് മുമ്പ് ദേ ഹാഡ് നെവർ സീൻ സച്ച് എൻ എഗ് ബിഫോർ എന്ന് വെച്ചാൽ എന്താ? ഇതിന് മുമ്പ് അവർ അതുപോലൊരു മുട്ട കണ്ടിട്ടേ ഇല്ല. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടൂക്ക് ദ ഗോൾഡൻ എഗ് ടു ദെയർ ഹെൻ ഹൗസ്. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്തു? ആ മുട്ട അവരുടെ വീട്ടിലുള്ള ഹെൻ ഹൗസ് എന്ന് വെച്ചാൽ കോഴിക്കൂട്, അവരുടെ കോഴിക്കൂട്ടിലേക്ക് അവർ എടുത്തുകൊണ്ട് വന്നു. ദ ഹെൻ വാസ് ബ്രൂഡിങ് ഓവർ ഇറ്റ്സ് എഗ്. ആ കോഴിക്കൂട്ടിൽ ഒരു കോഴി അടയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കോഴി അടയിരിക്കുന്നുണ്ട്, ചിത്രത്തിൽ കാണുന്നില്ലേ? ഒരു കോഴി അടയിരിക്കുന്നുണ്ട്. ട്വിങ്കിൾ കെപ്റ്റ് ദ ഗോൾഡൻ എഗ് നിയർ ദ ഹെൻ കെയർഫുള്ളി. അപ്പോൾ ട്വിങ്കിൾ എന്ത് ചെയ്തു? ആ ഗോൾഡൻ എഗ് എടുത്തു കൊണ്ടുപോയിട്ട് ആ കോഴിയുടെ അടുത്തുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുവച്ചു. അപ്പോൾ ഡിംപിൾ എന്താ പറയുന്നത്? പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു. ഈ മുട്ടയും കൂടെ നീ ഒന്ന് സൂക്ഷിക്കുക, ഈ മുട്ടയും കൂടെ നീ ഒന്ന് എന്ത് ചെയ്യൂ? ടേക്ക് കെയർ ചെയ്യൂ, ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഡിംപിൾ പറയുകയാണ് അല്ലേ. അപ്പോൾ കോഴി അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഹെൻ എന്ത് ചെയ്തു? ക്ലക്ക് ക്ലക്ക്. കോഴിയുടെ, അതായത് ഹെന്നിന്റെ ശബ്ദമാണ് കേട്ടോ അത്. ക്ലക്ക് ക്ലക്ക് എന്നുള്ളത് ആരുടെ ശബ്ദമാണ്? ഹെന്നിന്റെ. ഹെൻ എന്ത് ചെയ്തു? ദി ഹെൻ ക്ലക്കഡ് ആൻഡ് ഡ്രൂ ദി എഗ് ക്ലോസ് ടു ഇറ്റ്. അപ്പോൾ കോഴി എന്ത് ചെയ്തു? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൊക്ക് വെച്ചിട്ട് മുട്ട എന്ത് ചെയ്യും? എഗ് കോഴിയുടെ അടുത്തോട്ട് ചേർത്ത് വെക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ ക്ലക്കഡ് എന്ന് പറയുന്നത്. കോഴി എന്ത് ചെയ്തു? അതിന്റെ കൊക്ക് വെച്ചിട്ട് മുട്ടനെ വേഗം എന്ത് ചെയ്തു? കോഴിയുടെ അടുത്തോട്ട് ചേർത്തി വെച്ചു. വിൽ ദ ഹെഗ് ഹാച്ച്? മുട്ട വിരിഞ്ഞിട്ടുണ്ടാവോ? നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ ഏത് ആക്ടിവിറ്റി ചെയ്യേണ്ടത്? 10ാമത്തെയും 11ാമത്തെയും ആക്ടിവിറ്റി ചെയ്യുക കേട്ടോ. അടുത്ത പേജ് ബ്രൂഡിംഗ് എന്ന് വെച്ചാൽ അടയിരിക്കുക കേട്ടോ. ബ്രൂഡിംഗ് എന്നുള്ള വേർഡ് മീനിങ് ആണ്. നെക്സ്റ്റ് പേജ്. A
എവറി ഡേ ദ ചിൽഡ്രൻ വിസിറ്റഡ് ദ ഹെൻ ഹൗസ്. ദേ വെയിറ്റഡ് ഫോർ ദ എഗ് ടു ഹാച്ച്. അങ്ങനെ എല്ലാ ദിവസവും കുട്ടികൾ എന്ത് ചെയ്യും? കോഴിക്കൂട് പോയി നോക്കും. എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? മുട്ട വിരിഞ്ഞോ. ഇതുപോലെ നിങ്ങൾ ചെയ്യാറില്ലേ? ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഹെന്നൊക്കെ ഉണ്ടെങ്കിൽ, കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുട്ട അടയിരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ കോഴിക്കുഞ്ഞ് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അല്ലേ? അതേപോലെ ഇവിടെയും നമ്മുടെ ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്യും? എന്നും പോയി നോക്കും. എന്നാൽ എന്നും പെട്ടെന്ന് ഒരു മുട്ട വിരിയോ ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? എന്നും പോയി നോക്കും കുട്ടികൾ. ദേ വെയിറ്റഡ് ഫോർ ദ എഗ് ടു ഹാച്ച്. എന്തിനു വേണ്ടിയാ? അവർ വെച്ച ആ സ്വർണ്ണ മുട്ട വിരിഞ്ഞോ എന്നാണ് അവർ നോക്കുന്നത് കേട്ടോ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗോൾഡൻ എഗ്? അപ്പോൾ എന്തായിരിക്കും ഗോൾഡൻ എഗിന് സംഭവിച്ചിട്ടുണ്ടാകും? നമുക്ക് റീഡ് ചെയ്യാം. ആഫ്റ്റർ സം വീക്സ് ദ ഗോൾഡൻ എഗ് hatched. A teeny chick came out. It had short wings and a yellow beak. Look how cute it is, Twinkle shouted in joy. Dimple took it in her hand and held it close. We will call you Goldie, said Dimple. അങ്ങനെ കുറേ ആഴ്ചകൾ കഴിഞ്ഞു പോയി. ആ ഗോൾഡൻ എഗ് ഹാച്ച്ഡ് ആയി, അതായത് വിരിഞ്ഞു. അതിനുള്ളിൽ നിന്ന് ആരെ പുറത്ത് വന്നു? ഒരു കുഞ്ഞ് ചെറിയൊരു കോഴിക്കുട്ടീനെ പോലുള്ളൊരു ഒരു ചിക്ക് പുറത്ത് വന്നു അല്ലേ? ഒരു ചിക്ക് പുറത്ത് വന്നു. It had short wings and a yellow beak. അതിൻ്റെ നിറം എന്തായിരുന്നു? വളരെ ചെറിയ വിങ്സ്, ചിറകുകളായിരുന്നു. യെല്ലോ ബീക്ക്, അതിൻ്റെ കൊക്ക് എങ്ങനെയായിരുന്നു? മഞ്ഞ നിറത്തിലെ കൊക്കായിരുന്നു അല്ലേ? അപ്പം നമ്മുടെ ട്വിങ്കിൾ അത് കണ്ട് സന്തോഷത്തോട് കൂടി ഷൗട്ടഡ് ഇൻ ജോയ് എന്ന് വെച്ചാൽ എന്താണ്? സന്തോഷത്തോടെ നിലവിളിച്ചിട്ട് എന്താ പറയണത്? ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. നോക്ക് എത്ര ക്യൂട്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ ഡിംപിൾ എന്ത് ചെയ്തു? ഡിംപിൾ ടൂക്ക് ഇറ്റ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ്. അവൾ അതിനെ കയ്യിലെടുത്തിട്ട് അവളോട് ചേർത്തി വെച്ചു. എന്നിട്ട് ഡിംപിൾ എന്താ പറയണത്? നമുക്കിതിനെ എന്ത് വിളിക്കാം? വി വിൽ കോൾ യു. ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കും. വി വിൽ കോൾ യു ഗോൾഡി. ഞങ്ങൾ നിന്നെ ഗോൾഡി എന്ന് വിളിക്കുന്ന ആ ചിക്കിനോട് പറയണം. അങ്ങനെ ആ ചിക്കിന്റെ പേരെന്തായി? ഗോൾഡി. കാരണം അത് ഗോൾഡ് നിറത്തിലുള്ള മുട്ടയായിരുന്നു അല്ലെ? എഗ്ഗായിരുന്നു. സോ അതിന്റെ പേര് ഗോൾഡി. Will the hen look after Goldie too? അപ്പോൾ വേറെ മുട്ടകളെല്ലാം വിരിഞ്ഞു. അങ്ങനെ ആ ഹെന്ന്, ആ കോഴി ഗോൾഡിനെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? അതിന് കുഞ്ഞായിട്ട് കരുതിയിട്ടുണ്ടാവോ എന്ന് നമുക്ക് നോക്കാം. 12ാമത്തെ ആക്ടിവിറ്റി ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അടുത്ത പേജ്. The hen fed Goldie along with its chicks. Goldie followed the mother hen wherever she went. The hen taught Goldie to scratch the ground and peck at worms and flies. അങ്ങനെ നമ്മുടെ കോഴിയമ്മ നല്ല അമ്മയാണ്. കോഴിയമ്മ എങ്ങനെയാ? നല്ല അമ്മയാണ്. അതിൻ്റെ കോഴിക്കുഞ്ഞായിട്ട് തന്നെയാണ് ഗോൾഡിനെയും കരുതിയത്. അപ്പോൾ അതും എന്ത് ചെയ്യും? ഗോൾഡിനെയും അതിൻ്റെ കുട്ടികളുടെ കൂടെ ചിക്കിൻ്റെ കൂടെ കൊണ്ടുപോകും. ഭക്ഷണമൊക്കെ കൊടുക്കും അല്ലെ? കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഗോൾഡിക്കും ഫുഡൊക്കെ കൊടുക്കും. ഗോൾഡി ഫോളോഡ് ദ മദർ hen wherever she went. അപ്പം എവിടെ പോയാലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, കോഴിയമ്മ എവിടെ പോയാലും കുഞ്ഞുങ്ങളും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ നമ്മുടെ കോഴിയമ്മ എവിടെ പോയാലും ഗോൾഡിയും അമ്മയെ ഫോളോ ചെയ്ത് പോകും. The hen taught Goldie to scratch the ground and peck at worms and flies. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോഴിയും കുഞ്ഞുങ്ങളും പോകുമ്പോൾ കോഴിയമ്മ പറഞ്ഞു കൊടുക്കില്ല എങ്ങനെയാണ് മണ്ണൊക്കെ ഇളക്കിയിട്ട് വേംസ്, പുഴുക്കളെയും അതുപോലെ പാറ്റകളെയൊക്കെ എങ്ങനെയാണ് പിടിക്കുക, എങ്ങനെയാണ് കൊക്ക് കൊണ്ട് പിടിക്കുക എന്നൊക്കെ കോഴിയമ്മയാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അതേപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഹെൻ എന്ത് ചെയ്തു? ഗോൾഡിക്ക് പറഞ്ഞു കൊടുത്തു. ഹൗ ഡസ് ഗോൾഡി ഡിഫർ ഫ്രം അതർ ചിക്സ്? എങ്ങനെയാണ് ഗോൾഡി മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് ഡിഫറെൻ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. One day, Goldie and the chicks went near the river. Suddenly, Goldie jumped into the water and started swimming. Cluck, cluck, the hen clucked a wonder. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം one day Goldie and the chicks went near the river. ഒരു ദിവസം ഗോൾഡിയും മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളെല്ലാവരും ഒരു പുഴയുടെ ഓരത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. പുഴയുടെ ഓരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോൾഡി എന്ത് ചെയ്തു? സഡൻലി ഗോൾഡി ജമ്പഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. പെട്ടെന്ന് ഗോൾഡി എന്ത് ചെയ്തു? വെള്ളത്തിലോട്ട്, അതായത് റിവർ വാട്ടറിലോട്ട് ചാടിയിട്ട് നീന്താൻ തുടങ്ങി. അത് കണ്ടിട്ട് കോഴിയമ്മയ്ക്ക് ആകെ ഷോക്കായി അല്ലേ? അതായത് കോഴികൾ എന്ത് ചെയ്യില്ല? വെള്ളത്തിൽ നീന്താറില്ല അല്ലെ? അല്ല ഒരുപാട് തരം, അതായത് ഡക്സ് ഒക്കെ നീന്തുന്ന പോലെ ഒന്നും നമ്മൾ ഹെന്ന് നീന്താറില്ല അല്ലെ? അപ്പോൾ ഇത് കണ്ടിട്ട് കോഴിയമ്മയ്ക്ക് ആകെ വളരെ അത്ഭുതമായിട്ട് കോഴിയമ്മ ക്ലക്ക് ക്ലക്ക് ശബ്ദത്തോടു കൂടെ എന്ത് ചെയ്യണം നോക്കുകയാണ് അല്ലേ? ഹൗ ഡിഡ് ഗോൾഡി ലേൺ ടു സ്വിം? എങ്ങനെയായിരിക്കും ഗോൾഡി നീന്താൻ പഠിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഇവിടെ ആക്ടിവിറ്റി 13 ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ലിസൺ ടു യുവർ ടീച്ചർ. ദ റിവർ ഇൻ ഹരിതഗിരി വാസ് ഡേർട്ടി.
The water was almost black in color. Plastic bottles, wood pieces, carry bags and waste materials covered the water. Nobody in the village cared about the river. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ പുഴ ഹരിതഗിരിയിൽ ഒരു റിവർ ഉണ്ട്. റിവറിന്റെ രണ്ട് ഓരത്തായിട്ട് എന്തുണ്ട്, രണ്ട് തീരത്തായിട്ട് കരകളിലായിട്ട് മരങ്ങളുണ്ട്, മരങ്ങളെല്ലാം മനോഹര പൂക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പുഴ എങ്ങനെയാണ്, ദ റിവർ ഇൻ ഹരിതഗിരി എന്ന് പറയുന്നത് വളരെ ഒരു കാലത്തിൽ നല്ല ശുദ്ധമായ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്ന പുഴയായിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയായി മാറി, വളരെയധികം ഡേർട്ടി ആയി മാറി അല്ലേ, ചളിവെള്ളമായിട്ട് മാറി, അഴുക്ക് വെള്ളമായിട്ട് മാറിയിരിക്കുകയാണ്. ദ വാട്ടർ വാസ് ഓൾമോസ്റ്റ് ബ്ലാക്ക് ഇൻ കളർ. ഇപ്പൊ വെള്ളത്തിന്റെ നിറം എന്താ, ഒരു ഓൾമോസ്റ്റ് ബ്ലാക്ക് കളർ, കറുത്ത കളറായി മാറിയിരുന്നു. ആ പുഴയിൽ മുഴുവൻ എന്താണ് ഇപ്പൊ ഉള്ളത്, പ്ലാസ്റ്റിക് ബോട്ടിൽസും മരത്തടികളും ക്യാരി ബാഗ്സും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് ആ പുഴ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ആ പുഴയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു വെൻ ഗോൾഡി സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. അപ്പോൾ ഗോൾഡിക്ക് നീന്തണം, അതിനുവേണ്ടി കുട്ടികൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഗോൾഡി നീന്തുകയാണ്. അപ്പോൾ നമ്മൾ ഡിംപിളും ട്വിങ്കിളും ഹെന്നും ചിക്സൊക്കെ അത് നോക്കി നിൽക്കുകയാണ് അല്ലേ. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ were watching Goldie swimming. Look, Goldie swims well, said Twinkle. Goldie, come back, the water is too dirty, called out Dimple. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും കണ്ടു, ഗോൾഡി നന്നായി നീന്തുന്നത് കണ്ടു. അപ്പോൾ ട്വിങ്കിൾ എന്താ പറയുന്നത് നോക്കുക, ആര് നീന്തണു, ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ, ഗോൾഡി നന്നായി നീന്തണു എന്ന് ട്വിങ്കിൾ പറയുകയാണ് അല്ലേ. ഗോൾഡി കം ബാക്ക്, ദ വാട്ടർ ഈസ് ടു ഡേർട്ടി. അപ്പോൾ ഡിംപിൾ എന്താ പറയണത്, ഗോൾഡി തിരിച്ചു വരൂ, വെള്ളം വളരെയധികം അഴുക്ക് വെള്ളമാണ്, വേഗം വരൂ എന്ന് പറയുകയാണ്. ഹൗ ക്യാൻ വി കീപ് അവർ റിവർ ക്ലീൻ. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും, ഇതുപോലെ ആയിരിക്കണോ നമ്മുടെ ചുറ്റുണ്ടാവുന്ന പുഴകൾ എങ്ങനെയായിരിക്കണോ, ഒരിക്കലും ആവരുത് അല്ലേ, ഡേർട്ടി വാട്ടർ ആവരുത്. കാരണം പുഴ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ജീവജാലങ്ങളുടെ എന്താണ് ഒരുപാട് ജീവജാലങ്ങളുടെ താമസ സ്ഥലമാണ് അല്ലെ, ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാട്ടർ എന്ത് ചെയ്യാൻ പാടില്ല, പൊല്യൂട്ട് ആക്കാൻ പാടില്ല, മലിനപ്പെടുത്താൻ പാടില്ല, അതുപോലെ ഡേർട്ടി ആക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ക്യാൻ വി കീപ് അവർ റിവേഴ്സ് ക്ലീൻ, നമുക്ക് എന്തൊക്കെ ചെയ്യാം, റിവർ ക്ലീൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാനാണ് ചോദ്യം. ഗോ ടു നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റി 14 ചെയ്യാൻ പറയണത്. നമുക്ക് എന്തൊക്കെ ചെയ്യാമാവുന്നതും, പുഴകളിലെല്ലാം ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇടാതെ ശ്രദ്ധിക്കുക അല്ലേ. ഇതുപോലുള്ള വേസ്റ്റ് എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ ക്യാരി ബാഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുഴയിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നത്, പുഴയിൽ കൊണ്ട് ഇടുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അടുത്ത പേജ്. One day, Grandpa visited Dimple and Twinkle. He saw Goldie. Where did you get this chick from? Grandfather asked in wonder. The children told him the whole story. This is the chick of a rainbow bird, Grandpa said. Rainbow bird? The children exclaimed. Yes. When I was young, hundreds of rainbow birds used to come here. അങ്ങനെ ഒരു ദിവസം അവരുടെ, അതായത് ഡിംപിളിൻ്റെയും ട്വിങ്കിളിൻ്റെയും ഗ്രാൻഡ്പ വരികയാണ് കേട്ടോ, അവരെ കാണാൻ വേണ്ടി. അവരുടെ മുത്തശ്ശൻ വരികയാണ്. അപ്പോൾ ആ മുത്തശ്ശൻ ആരെ കണ്ടു, ഗോൾഡിയെ കണ്ടു. എന്നിട്ട് ഗ്രാൻഡ്പ അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അത്ഭുതത്തോടു കൂടി എന്ത് ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ചിക്ക് ഫ്രം. ഈ കുട്ടി, അതായത് ഈ ചിക്കിനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. ദ ചിൽഡ്രൻ ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. കുട്ടികൾ എന്ത് ചെയ്തു, നടന്ന കഥ മുഴുവൻ ഗ്രാൻഡ്പയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗ്രാൻഡ്പ പറയുകയാണ്, ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. ഇത് റെയിൻബോ ബേർഡിന്റെ കുഞ്ഞാണ് എന്ന് ഗ്രാൻഡ്പ പറഞ്ഞു കൊടുത്തു. റെയിൻബോ ബേർഡ്, ദ ചിൽഡ്രൻ എക്സ്ക്ലൈംഡ്. കുട്ടികൾ മുമ്പ് കേട്ടിട്ടേ ഇല്ല റെയിൻബോ ബേർഡ് എന്ന് പറയുമ്പോൾ. കുട്ടികൾ എന്ത് ചോദിക്കുകയാണ്, അത്ഭുതത്തോടു കൂടി അവർ ചോദിക്കുകയാണ്. അവർക്ക് ഡൗട്ട് ഉണ്ടല്ലോ, എന്താണ് റെയിൻബോ ബേർഡ് എന്ന് അവർക്ക് അറിയില്ല. യെസ്, when I was young, hundreds of rainbow birds used to come here. അപ്പം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ, ഗ്രാൻഡ്പ എപ്പോഴാണ് റെയിൻബോ ബേർഡ്സിനെ കണ്ടിരിക്കുന്നത്, ഗ്രാൻഡ്പ കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടെ ഗ്രാമത്തിലോട്ട് ഒരുപാട് 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് പറന്നു വരുമായിരുന്നു. അപ്പോൾ എന്താ റെയിൻബോ എന്ന് വെച്ചാൽ എന്താ, മഴവില്ല് അല്ലേ, മഴവില്ലാണ് റെയിൻബോ എന്ന് പറയുക. റെയിൻബോന്റെ നിറത്തിലുള്ള, റെയിൻബോ പോലെ പല നിറത്തിലുള്ള ഒരു പക്ഷിയാണ് റെയിൻബോ ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇതുപോലെ റെയിൻബോ ബേർഡ്സ് വരുമായിരുന്നു എന്ന് ഗ്രാൻഡ് പറഞ്ഞു. വൈ ഡോണ്ട് ദ റെയിൻബോ ബേർഡ്സ് കം നൗ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ റെയിൻബോ ബേർഡ്സ് വരാത്തത് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 15 ഇവിടെ ചെയ്യാൻ പറയുന്നത്. എക്സ്ക്ലൈംഡ് എന്ന് വെച്ചാൽ നിലവിളിച്ചു കേട്ടോ, നിലവിളിച്ചു എന്ന് എക്സ്ക്ലൈംഡ് എന്ന് വെച്ചാൽ. അടുത്തത്, grandfather and the children walked to the river. The river was dirty and the water was polluted. അങ്ങനെ മുത്തശ്ശനും, അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ റെയിൻബോ ബേർഡ്സ് വരാത്തതെന്ന് അവർക്കും സംശയമായില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഗ്രാൻഡ് ഫാദറും കുട്ടികളും കൂടെ പുഴയുടെ അടുത്തോട്ട് പോയി
the river was dirty and the water was polluted. ആ പുഴ എങ്ങനെയായിരുന്നു? വളരെയധികം ഡേർട്ടി ആയിരുന്നു അല്ലെ, നിറയെ ചളിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചളിവെള്ളമായിരുന്നു. വെള്ളമല്ല എങ്ങനെയായിരുന്നു? പൊല്യൂട്ടഡ് ആയിരുന്നു, മലിനപ്പെട്ട് കിടക്കുകയായിരുന്നു. What will the grandfather tell them about the rainbow birds? എന്തായിരിക്കും റെയിൻബോ ബേർഡ്സിനെ കുറിച്ച് ഗ്രാൻഡ് ഫാദർ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. In my childhood, the river was very clean and clear. Rainbow birds would come in flocks and swim in the river. Now the river of Haridagiri is dirty, so they stopped visiting our village. അപ്പോൾ എന്താ ഞാനിപ്പോൾ പറയുന്നത്? എൻ്റെ കുട്ടിക്കാലത്ത്, ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ. എൻ്റെ കുട്ടിക്കാലത്ത് പുഴ എങ്ങനെയായിരുന്നു? നല്ല ക്ലിയറും നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. റെയിൻബോ ബേർഡ്സ് വിൽ കം ഇൻ ഫ്ലോക്സ്. അതായത് ഫ്ലോക്ക് എന്ന് പറയുന്നത് പക്ഷികളുടെ കൂട്ടത്തിനെ പറയണം, കൂട്ടത്തിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുക. അപ്പോൾ റെയിൻബോ ബേർഡ്സ് എങ്ങനെയാണ് വരിക? കൂട്ടമായിട്ട് വന്നിട്ട് ഈ പുഴയിൽ നീന്തുമായിരുന്നു. നൗ ദ റിവർ ഓഫ് ഹരിതഗിരി ഇസ് ഡേർട്ടി. ഇപ്പോൾ ഹരിതഗിരിയുടെ പുഴ വളരെയധികം ഡേർട്ടി ആയിരിക്കുന്നു. സോ ദേ സ്റ്റോപ്പ്ഡ് വിസിറ്റിംഗ് അവർ വില്ലേജ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? നമ്മുടെ വില്ലേജിലേക്ക് വരുന്നതും നിർത്തി. Will the rainbow birds come again? അപ്പോൾ ഇനി റെയിൻബോ ബേർഡ്സ് തിരിച്ചു വരുമോ? How will they bring back the rainbow birds? അപ്പോൾ അവർ എങ്ങനെയായിരിക്കും തിരിച്ച് റെയിൻബോ ബേർഡ്സിനെ എല്ലാം അവരുടെ വില്ലേജിലോട്ട് കൊണ്ടുവരിക? നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കാം. The news about the rainbow bird spread all around. People came to see the bird. Let's clean the river. The rainbow birds will come again, said the people. അങ്ങനെ റെയിൻബോ ബേർഡിനെ കുറിച്ചുള്ള കാര്യം, ആ ന്യൂസ് ആ ഗ്രാമം മുഴുവൻ എല്ലാവരും അറിഞ്ഞു. പീപ്പിൾ കെയിം ടു സീ ദ ബേർഡ്. എല്ലാവരും നമ്മുടെ റെയിൻബോ ബേർഡിന്, നമ്മുടെ ഗോൾഡിയെ കാണാൻ എല്ലാവരും വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് എന്ത് തീരുമാനിച്ചു? ലെറ്റ്സ് ക്ലീൻ ദ റിവർ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പുഴ വൃത്തിയാക്കാം. ദ റെയിൻബോ ബേർഡ്സ് വിൽ കം അഗൈൻ. അപ്പോൾ തീർച്ചയായിട്ടും റെയിൻബോ ബേർഡ്സ് എല്ലാം വീണ്ടും വരും എന്ന് എല്ലാവരും പറഞ്ഞു. വിൽ ദ വില്ലേജസ് ക്ലീൻ ദ റിവർ? വില്ലേജസ് ആ പുഴ ക്ലീൻ ചെയ്തിട്ടുണ്ടാവോ? യെസ്, അവർ ചെയ്യുകയാണ് അല്ലേ. അവരെല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്? ആ പുഴ വൃത്തിയാക്കുകയാണ്. പീപ്പിൾ സ്റ്റാർട്ടഡ് ക്ലീനിങ് ദ റിവർ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പുഴ വൃത്തിയാക്കാൻ തുടങ്ങി. ദേ പുള്ളഡ് ഔട്ട് ഓൾ ദ വീഡ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ദേ റിമൂവ്ഡ് ദ മഡ്. ദ റിവർ ബിക്കം ക്ലീൻ ആസ് ബിഫോർ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യണം? ആ പുഴയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലും എല്ലാ അഴുക്കും ചളിയും എല്ലാം പുഴയിൽ നിന്ന് നീക്കി എല്ലാം ക്ലിയർ ചെയ്തു. അങ്ങനെ ദ റിവർ ബിക്കം ക്ലീൻ ആസ് ബിഫോർ. വീണ്ടും പുഴ എന്തായി? വളരെയധികം ക്ലിയർ ആയി അല്ലേ. ചളിവെള്ളം എല്ലാം പോയി പുഴ വീണ്ടും തെളിഞ്ഞു. ഹാവ് യു സീൻ പീപ്പിൾ ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? പബ്ലിക് പ്ലേസിൽ നമ്മൾ റോഡിലൊക്കെ അതുപോലെ ആൾക്കാർ വേസ്റ്റ് കൊണ്ട് ഇടുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഇറ്റ്? നമുക്ക് എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാം? അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ പുഴയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റോഡിലെല്ലാം പോയി നമ്മൾ പോയിക്കൊണ്ട് വേസ്റ്റ് ഇടുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ 16ാമത്തെ ആക്ടിവിറ്റിയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറയേണ്ടത്. അടുത്ത പേജ്. The next festival season came. Many types of birds arrived. Dimple looked at the sky. Will Goldie's mother come? She thought. അങ്ങനെ അടുത്ത സമ്മർ ആയിട്ടോ അടുത്ത ഫെസ്റ്റിവൽ സീസണായി വീണ്ടും ഉത്സവം തുടങ്ങി. പല പക്ഷികളും വന്നു. മെനി ബേർഡ്സ്, ഒരുപാട് പക്ഷികൾ വീണ്ടും ഗ്രാമത്തിലോട്ട് വന്നു. അപ്പോൾ ഡിംപിൾ ആകാശത്തോട്ട് നോക്കുകയാണ്. എന്താണ് അവൾ ചിന്തിക്കുന്നത്? അവൾ എന്താ ചിന്തിക്കുന്നത്? ഗോൾഡിയുടെ അമ്മ വരുമോ? അതായത് റെയിൻബോ ബേർഡ് അല്ലേ, ഗോൾഡിയുടെ അമ്മ വരുമോ എന്ന് അവൾ ചിന്തിക്കുകയാണ്. ഡു യു തിങ്ക് ഗോൾഡീസ് മദർ വിൽ കം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഗോൾഡിയുടെ അമ്മ വരുമോ? വൈ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും വരും അല്ലേ. യെസ്, ബിക്കോസ് റിവർ വീണ്ടും എന്തായി? വളരെയധികം ക്ലീൻ ആയി അല്ലേ. സോ തീർച്ചയായിട്ടും റെയിൻബോ ബേർഡ്സ് വരുന്നതിന് ചാൻസ് ഉണ്ട്. ആക്ടിവിറ്റി 17 കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ചോദ്യത്തിലെ ഉത്തരം എന്താ? യെസ്, നൗ ദ റിവർ വാട്ടർ ഈസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ. നെക്സ്റ്റ് പേജ്. Suddenly, Twinkle and Dimple saw a wonderful sight. Hundreds of rainbow birds in the sky. Look, they are coming, the rainbow birds. The children shouted in joy. The birds landed on the clean river and swam joyfully. അങ്ങനെ പെട്ടെന്നാണ് നമ്മുടെ ട്വിങ്കിളും ഡിംപിളും ഇങ്ങനെ ആകാശത്തോട് നോക്കുകയാണല്ലേ. അതുപോലെ റെയിൻബോ ബേർഡ്സ് വരുമോ, ഗോൾഡിന്റെ മദർ വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അപ്പോഴാണ് ട്വിങ്കിളും ഡിംപിളും എന്താ ആ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടത്. ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് ഇൻ ദ സ്കൈ. ആകാശത്തെ നൂറുകണക്കിന് റെയിൻബോ ബേർഡ്സ്. ലുക്ക്, ദേ ആർ കമ്മിങ്, ദ റെയിൻബോ ബേർഡ്സ്. ചിൽഡ്രൻ ഷൗട്ടഡ് ഇൻ ജോയ്. ഇത് കണ്ട് കുട്ടികളെല്ലാവരും ആർത്ത് വിളിച്ചിട്ട് സന്തോഷത്തോടു കൂടെ എന്ത് പറയണതോ അവർ വന്നിരിക്കുന്നു, ആ റെയിൻബോ ബേർഡ്സ് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. The birds landed on the clean river. അവരെവിടെ ഇറങ്ങി? റെയിൻബോ ബേർഡ്സ് റിവറിൽ ഇറങ്ങി സന്തോഷത്തോടു കൂടെ നീന്തുകയാണ് അല്ലേ. Will there be Goldie's mother? What will happen next? അപ്പോൾ അതിൽ നമ്മുടെ ഗോൾഡിയുടെ മദർ ഉണ്ടാവോ എന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും നെക്സ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവുക? നെക്സ്റ്റ് പേജ് നോക്കാം.
The rainbow birds enjoyed the days in Haridagiri. They laid eggs and hatched out many rainbow birds. The festival ended. അങ്ങനെ റെയിൻബോ ബേർഡ്സ് ഒരുപാട് എൻജോയ് ചെയ്തു ഹരിതഗിരിയിൽ ആ ഫെസ്റ്റിവൽ സീസൺ. അങ്ങനെ അവർ ഒരുപാട് മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു. ഒരുപാട് റെയിൻബോ ബേർഡ്സ് ആയിട്ട് തിരിച്ച് പറന്നു പോവുകയാണ് കേട്ടോ. ആ ഫെസ്റ്റിവൽ എൻഡായി, ആ സീസൺ അവസാനിച്ചു, അവർ തിരിച്ച് പറന്നു പോവുകയാണ്. വാട്ട് വിൽ ദ റെയിൻബോ ബേർഡ്സ് ഡു നൗ? അപ്പൊ ഇനി എന്തായിരിക്കും അവർ ചെയ്യുക? തിരിച്ച് കുഞ്ഞുങ്ങളെയും കൂട്ടി അവർ തിരിച്ച് പറന്നു പോകും അല്ലേ. ദ സീസൺ എൻഡഡ്. ദ ബേർഡ്സ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ബാക്ക്. On a sunny afternoon, the whole flock of golden birds flew up to the sky. Their feathers shone bright in the sunlight. അങ്ങനെ സീസൺ അവസാനിച്ചു, പക്ഷികളെല്ലാം തിരിച്ചു പറന്നു പോകാൻ തയ്യാറായി. അങ്ങനെ ഒരു സണ്ണി ആഫ്റ്റർനൂൺ, നല്ല വെയിലുള്ള ഒരു ഉച്ച സമയത്ത് the whole flock of golden birds flew up to the sky. എല്ലാ പക്ഷികളും ഒന്നിച്ച് കൂട്ടത്തോടു കൂടെ പറന്നു പോവുകയാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് അവരുടെ ഫെദേഴ്സ് കാണാൻ നല്ല ബ്രൈറ്റ് ആയിരുന്നു, ആ സൂര്യന്റെ വെളിച്ചം തട്ടി നല്ല ബ്രൈറ്റ് ആയിരുന്നു അല്ലേ. വാട്ട് വിൽ ഗോൾഡി ഡു നൗ? അപ്പൊ എന്തായിരിക്കും, ഇത് കണ്ട് ഗോൾഡി ഉണ്ട് അല്ലേ, അപ്പൊ എന്തായിരിക്കും ഗോൾഡിന് ചെയ്യാൻ നമുക്ക് നോക്കാം. Dimple and Twinkle watched the birds flying far away. Suddenly, one of the birds took a turn and flew back to them. It touched Goldie with its wings and flew up. Goldie's eyes widened. അപ്പോൾ പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വാച്ച് ദ ബേർഡ്സ് ഫ്ലൈങ് ഫാർ അവേ. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആ പക്ഷികൾ ഇങ്ങനെ പറന്ന് പോകുന്നത്, ദൂരേക്ക് പറന്ന് പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചത്? സഡൻലി വൺ ഓഫ് ദ ബേർഡ്സ് ടൂക്ക് എ ടേൺ ആൻഡ് ഫ്ലൂ ബാക്ക് ടു ദം. അപ്പോൾ അതിൽ ഒരു പക്ഷി തിരിച്ചു പറന്ന് വന്നിട്ട് അവരുടെ അടുത്തോട്ട് പറന്നു വരുന്നു അല്ലേ. ഈ ടച്ച്ഡ് ഗോൾഡി, അതെന്ത് ചെയ്തു? ഗോൾഡിയെ ടച്ച് ചെയ്തു വിത്ത് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലൂ അപ്പ്. അതിൻ്റെ ചിറകുകൾ വെച്ചിട്ട് ഗോൾഡിയെ ടച്ച് ചെയ്തിട്ട് വീണ്ടും പറക്കുകയാണ്. ഇപ്പോൾ ഗോൾഡീസ് ഐസ് വൈഡൻ, അത് പെട്ടെന്ന് ഗോൾഡിയുടെ കണ്ണുകളൊക്കെ നല്ല വിടർന്നു അല്ലേ, സന്തോഷം കാരണം. വൈ ഡിഡ് ദ റെയിൻബോ ബേർഡ് കം ബാക്ക്? എന്തുകൊണ്ടായിരിക്കും ആ റെയിൻബോ ബേർഡ് തിരിച്ചു വന്നിട്ടുണ്ടാവുക? ബിക്കോസ് ദാറ്റ് ബേർഡ് ഐഡന്റിഫൈഡ് ഹെർ ചിക്ക്. ബിക്കോസ് ആ പക്ഷിയുടെ ആ റെയിൻബോ ബേർഡിന്റെ കുഞ്ഞാണ് നമ്മുടെ ഗോൾഡി. Soon Goldie also flapped its little wings. The birds flew up and disappeared in the sky. Bye Goldie, see you in the next festival. The children waved their hands. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഗോൾഡിയും പറക്കാൻ തുടങ്ങി അല്ലേ. അതിൻ്റെ അമ്മൻ്റെ കൂടെ, അതായത് ഗോൾഡിൻ്റെ അമ്മൻ്റെ കൂടെ എന്ത് ചെയ്തു? ഗോൾഡിയും പറക്കാൻ തുടങ്ങി. അതിന് കുഞ്ഞു ചിറകുകളൊക്കെ വീശി ഗോൾഡിയും ആകാശത്ത് പറന്ന്, അങ്ങനെ പക്ഷികളെല്ലാവരും പറന്ന് ആകാശത്തോട്ട് പറന്ന് പോയി. അപ്പോൾ ഇവർ അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്യണം? ഗോൾഡിക്ക് ബൈ പറയുകയാണ് അല്ലേ. ബൈ ഗോൾഡി, സി യു ഇൻ ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. നമുക്ക് അടുത്ത ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് കാണാമെന്ന് പറയുകയാണ്. കുട്ടികളെല്ലാവരും അവർക്ക് എന്ത് ചെയ്തു? ബൈ പറഞ്ഞു. അവിടെ ആക്ടിവിറ്റി 18ഉം 19ഉം ചെയ്യാൻ പറയണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോൾഡിക്ക് തിരിച്ച് ഗോൾഡിയുടെ അമ്മയെ കിട്ടിയില്ലേ. അങ്ങനെ തിരിച്ച് ഗോൾഡി അമ്മയുടെ കൂടെ ചേർന്ന് അവരുടെ നാട്ടിലോട്ട് പറന്നു പോയി. ഇതാണ് കഥ. അപ്പോൾ തിരിച്ച് അടുത്ത ഫെസ്റ്റിവൽ സീസണിൽ ഗോൾഡിയും ആ റെയിൻബോ ബേർഡ്സ് എല്ലാവരും തിരിച്ചെന്ത് ചെയ്യും? വീണ്ടും ഹരിതഗിരി വില്ലേജിലോട്ട് വരും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റോറി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറി? ഗോൾഡിൻ്റെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ കൂട്ടർക്കും ഇഷ്ടമായോ കഥ? കഥ ഇഷ്ടമായാൽ, നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്